ഇന്ന് ഈ ഒരു ഡി ഡി സി പാനലാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ ഡി ഡി സി പാനലിൻ്റെ പാർട്സുകളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. അതിന് ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഡി ഡി സി പാനലിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതിന് ഇതിൻ്റെ മൊഡ്യൂൾസും അതുപോലെ തന്നെ ഇതൊരു കൺട്രോളറുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ കൺട്രോളറാണ്. സോ ഇതിനകത്ത് മെയിൻ ഡ്രോയിങ്ങിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള M1 എന്ന് പറയുന്ന മൊഡ്യൂൾ 1 ആണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ. സോ ദെൻ ഇതിൻ്റെ മൊഡ്യൂൾസ് സബായിട്ട് വരുന്ന മൊഡ്യൂൾസാണ് മിക്സഡ് മൊഡ്യൂൾസും അതുപോലെ തന്നെ മിക്സഡ് അല്ലാത്ത മൊഡ്യൂൾസും. ഇവിടെ മിക്സഡ് മൊഡ്യൂൾസാണ് കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത്. ആ മൊഡ്യൂൾസാണ് ഈ കാണുന്നതെല്ലാം, ത്രൂ ലൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ആ മൊഡ്യൂൾസാണ്. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിന് മെയിൻ പവർ സപ്ലൈ വന്നിരിക്കുന്നു. ഒരു 230 വോൾട്ടിൻ്റെ ഒരു സിംഗിൾ ഫേസ് AC പവർ സപ്ലൈ ആണ് വന്നിട്ടുള്ളത്. ദെൻ അതൊരു 10 ആംബിയറിൻ്റെ ഒരു MCB വഴി ആണ് പിന്നീട് അതൊരു ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടുത്തായിട്ട് ഒരു കൺവീനിയൻറ്റ് പവർ സോക്കറ്റ് ഉണ്ട് 13 ആംബിയറിൻ്റെ. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിനകത്ത് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ പവറിൻ്റെ ആവശ്യം വരുന്നു. അതിന് അവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് പവർ സപ്ലൈക്ക് ആവശ്യം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോക്കറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ 230 വോൾട്ട് കൊടുത്തിരിക്കുന്നത് ഒരു 230 വോൾട്ട് ബാർ 24 വോൾട്ടിൻ്റെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ടാണ്. ദെൻ ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 24 വോൾട്ടാണ് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്നതിൽ നിന്ന് 24 വോൾട്ടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെപ്പറേറ്റ് ഫ്യൂസുകളിലൂടെയാണ് കടത്തിവിട്ടുള്ളത്. ഒരു ഫ്യൂസിലൂടെ വന്നിട്ടുള്ള ആ 24 വോൾട്ടിനെ നമ്മൾ കൺട്രോളുകളുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള 24 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നു. മറ്റൊരു ഫ്യൂസിൽ കൊടുത്തിരിക്കുന്നു 24 വോൾട്ട്. ആ 24 വോൾട്ടിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ സെൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള 24 വോൾട്ട് സപ്ലൈ, ഫീൽഡിലുള്ള സെൻസേഴ്സിനൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സെൻസറുകൾക്കും 24 വോൾട്ട് ആവശ്യം വരുന്നുണ്ട്. അങ്ങനെയുള്ള സെൻസറുകൾക്ക് 24 വോൾട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 24 വോൾട്ട് കൊടുക്കുന്നത്. ദെൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് മൊഡ്യൂൾസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 24 വോൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് മൊഡ്യൂൾ ഏതാണ് ആ മൊഡ്യൂളിൽ കൊടുത്തിട്ട് ദെൻ ത്രൂ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു റെഡ് ദെൻ ബ്ലാക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 24 വോൾട്ട് AC സപ്ലൈ ആണ് 24 വോൾട്ട്. ദെൻ ഇവിടുന്ന് ത്രൂ ലൂപ്പ് ചെയ്തിട്ട് അടുത്ത മൊഡ്യൂളിലോട്ട്, അങ്ങനെ ഓരോ മൊഡ്യൂളിലോട്ടും ലൂപ്പ് ചെയ്ത് അത് അവസാനം അതിൻ്റെ മെയിൻ കൺട്രോളർ വരെ എത്തുന്നു 24 വോൾട്ട് സപ്ലൈ. അത്രയാണ് ഇതിൻ്റെ പവർ സപ്ലൈ വരുന്നത്. ദെൻ ഇതിൻ്റെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഇതിൻ്റെ മെയിൻ കൺട്രോളറിൽ നിന്ന് ഈ മുകൾ ഭാഗത്ത് കാണിച്ചിട്ടുള്ള 2 പോർട്ടുകളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 25, 26 എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ ഒരു പോർട്ടിൽ നിന്നാണ് പിന്നീട് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ COM-A COM-B കമ്മ്യൂണിക്കേഷൻ AB ഇവിടെ ഈ ഒരു മെയിൻ കൺട്രോളറിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത M2 എന്ന് പറയുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൽ കണക്റ്റ് ആവുന്നു. ദെൻ രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് അടുത്ത മൊഡ്യൂളിലോട്ടും തുടർന്ന് മറ്റുള്ള മൊഡ്യൂളുകളിലോട്ടെല്ലാം ഇത് ലൂപ്പായി അത് അവസാനത്തെ മൊഡ്യൂളിൽ അവസാനിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ വ്യൂ. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ പറഞ്ഞു വരുന്നു, ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ മെയിൻ കൺട്രോളറാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോളർ. ഇതിനകത്താണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് വലത് ഭാഗത്ത് കാണുന്നതും താഴ്ഭാഗത്ത് കാണുന്നതുമായിട്ടുള്ള കറുത്ത നിറത്തിൽ കാണുന്ന ഈ മൊഡ്യൂളുകളാണ് മിക്സഡ് മൊഡ്യൂൾസ്. ഇതാണ് അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ടിനെയും ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ടിനെയും സ്വീകരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വെള്ള നിറത്ത് കാണുന്നതും ഒരു മൊഡ്യൂളാണ്, പക്ഷേ ഇത് മിക്സഡ് മൊഡ്യൂളല്ല. ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്നുകിൽ ഡിജിറ്റൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് അതിനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബൈനറി ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന റിലേസ് ആണ് ഈ കാണുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഔട്ട്പുട്ടിന് ഉപയോഗിക്കുന്ന റിലേസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്യൂസസ്, ബ്രേക്കർ, കൺവീനിയൻറ്റ് പവർ സോക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. 24 വോൾട്ട് സപ്ലൈ നൽകുന്നതിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോമർ. ദെൻ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കണക്ടർ സെറ്റുകൾ കാണാൻ പറ്റും. ഈ കണക്ടർ സെറ്റുകളിലാണ് ഫീൽഡിൽ നിന്നുള്ള വയറുകൾ കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ മൊഡ്യൂൾസ് കണ്ടു. ഓരോ മൊഡ്യൂൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ കണക്ടർ സെറ്റുകൾ ഉണ്ടാവും. അത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂൾസിനും ഓരോ കണക്ടർ സെറ്റ് ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ. നമ്മൾ ആ നേരത്തെ ഡ്രോയിങ്ങിൽ നോക്കി പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് പവർ സപ്ലൈ വരുന്നത്. ഇത് കണക്റ്റഡ് ആയിട്ടില്ല ഇവിടെ.
ഇതിനകത്ത് നിന്ന് പവർ സപ്ലൈ വന്നിട്ട് ഈ ഒരു ബ്രേക്കറിൽ വരും, ഈ 10 ആംസിൻ്റെ ഒരു ബ്രേക്കറിൽ വന്നിട്ട് ഈ ബ്രേക്കറിലൂടെ ഇത് ഈ ഒരു ട്രാൻസ്ഫോമറിലോട്ട് നൽകുന്നു, ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിലോട്ട് നൽകുന്നു. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതിനെ 24 വോൾട്ടാക്കി സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് ആ വോൾട്ടേജിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 2 ഫ്യൂസിലോട്ട് കൊടുക്കുന്നുണ്ട്, 2 സർക്യൂട്ട് ആക്കിയിട്ട് F1 F2 എന്ന് പറയുന്ന 2 ഫ്യൂസുകളിലാണ് കൊടുക്കുന്നത്. നമ്മൾ അതിനകത്ത് മുൻപ് നമ്മൾ ആ ഡ്രോയിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ അത് 2 ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്യൂസ് 4 ആംസിൻ്റെ ഫ്യൂസാണ് ഉപയോഗിച്ചിട്ടുള്ളത്, HRC ഫ്യൂസാണ് ഇതിനകത്ത് ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് 24 വോൾട്ടിൻ്റെ അതിനകത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 4 ആംസിൻ്റെ ഫ്യൂസാണ്. സോ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഈ F1ൽ നിന്ന് പോകുന്ന ഫസ്റ്റ് പവർ സപ്ലൈ, അതായത് 24 വോൾട്ടിൻ്റെ പവർ സപ്ലൈ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഈ മൊഡ്യൂൾസിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 24 വോൾട്ടിന് വേണ്ടിയിട്ടാണ്. അത് ആദ്യം ആ ഫ്യൂസിൽ നിന്ന് വരുന്നത് ഈ അവസാനത്തിലുള്ള മൊഡ്യൂളിലോട്ടാണ്. ദെൻ അവിടെ നിന്ന് ഒരു ജമ്പർ വഴി അടുത്ത മൊഡ്യൂളിലോട്ട് കണക്റ്റ് ആവും. ദെൻ അടുത്ത മൊഡ്യൂളിൽ നിന്ന് ആ വയർ കണക്റ്റ് ആവുന്നത് അതിൻ്റെ നെക്സ്റ്റ് മൊഡ്യൂൾ, അതിന് മുൻപുള്ള മൊഡ്യൂളിലോട്ടാണ്. അങ്ങനെ ഓരോ മൊഡ്യൂളുകളിൽ നിന്നും അടുത്ത മൊഡ്യൂളിലോട്ട് ഈ പവർ സപ്ലൈ ഇങ്ങനെ ലൂപ്പായിട്ട് വരും. നോർമലി നമ്മൾ പവർ സപ്ലൈ കൊടുക്കുന്ന പോലെ തന്നെയാണ് അത് ലൂപ്പായിട്ട് അതിൻ്റെ അവസാനം അതിൻ്റെ മെയിൻ കൺട്രോളറിൽ വരെ ഈ പവർ സപ്ലൈ എത്തും. പവർ സപ്ലൈ ഇതിൻ്റെ 24 വോൾട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 24 വോൾട്ട് സപ്ലൈ ആണ് ഈ നമ്മൾ കൊടുക്കുന്നത് ഈ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഇതിൻ്റെ മെയിൻ കൺട്രോളറിലെത്തും. ഇങ്ങനെയാണ് ഈ പവർ സപ്ലൈയുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി രണ്ടാമത്തെ ഫ്യൂസ് F2 എന്ന് പറയുന്ന ഫ്യൂസ്, അതിൽ നിന്നുള്ള പവർ സപ്ലൈ നമ്മൾ പറഞ്ഞായിരുന്നു അത് സെൻസേഴ്സിനാണ് കൊടുക്കുന്നത്. അതായത് നമ്മളെ ഫീൽഡിൽ വരുന്ന സെൻസേഴ്സിന് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കണക്ടർ സെറ്റാണ് ഫീൽഡിലെ 24 വോൾട്ട് പവർ സപ്ലൈ. ഫീൽഡിൽ ഒത്തിരി ഡിവൈസുകൾക്ക് 24 വോൾട്ടിൻ്റെ ആവശ്യമുണ്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കണക്ടർ സെറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫ്യൂസിൽ നിന്ന് വന്നിട്ടുള്ള മെയിൻ പവർ സപ്ലൈ 24 വോൾട്ട്. തന്നെ ഇത് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള വയറുകളാണ് കണക്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണക്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാൻ ഇതിൻ്റെ മെയിൻ കൺട്രോളർ. നമ്മൾ പറഞ്ഞ മെയിൻ കൺട്രോളർ എന്ന് പറയുന്നത് ഇതിനകത്താണ് ഇതിൻ്റെ ലോജിക്ക് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതൊരു മൊഡ്യൂളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതും ഒരു മിക്സഡ് മൊഡ്യൂൾ തന്നെയാണ്. ഇതും നമ്മൾ മറ്റു മൊഡ്യൂളുകളെ പോലെ തന്നെയാണ്. ഇത് അനലോഗ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിജിറ്റൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ മൊഡ്യൂളിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഫീൽഡ് വയറുകളൊന്നും കണക്ട് ആവുന്നില്ല. അത് M1 എന്ന മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു മൊഡ്യൂളുകൾക്കെല്ലാം നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. M1 M2 M3 എന്നൊക്കെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിനും ഓരോ നമ്പറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുകളിൽ M2 ഉണ്ട്, ഇത് M3 ആണ്. സോ ഇതാണ് ഈ മൊഡ്യൂളിൻ്റെ ഫംഗ്ഷൻ. ഇതാണ് ഇവിടെയാണ് നമ്മൾ ഡാറ്റ കണക്ഷൻ കൊടുക്കുന്നത്. നെറ്റ്വർക്കിംഗ് ബിൽഡിങ്ങിൻ്റെ ലാൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രാഫിക്സിൽ ഇതിൻ്റെ DDCയുടെ ഫംഗ്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പോർട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞിരുന്നു ഡാറ്റ കണക്ഷൻ. അപ്പം മറ്റു മൊഡ്യൂളുകളിലോട്ടുള്ള ഡാറ്റ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത് നമുക്ക് ഈ ഒരു വയർ വഴിയാണ്. ഇതിൽ നിന്ന് അടുത്ത മൊഡ്യൂളിലോട്ട് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കേബിൾ പാസ് ചെയ്യും. ദെൻ നമ്മൾ പവർ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ നിന്നും അടുത്ത മൊഡ്യൂളിലോട്ടും ഈ ഡാറ്റ കണക്ഷൻ പാസ്സാവും. ദെൻ അവിടുന്ന് ലൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ജമ്പർ ചെയ്തിട്ട് പവറിൻ്റെ പോലെ തന്നെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷനും ത്രൂ എല്ലാ ഡിവൈസിലോട്ടും ഇങ്ങനെ ലൂപ്ഡായിട്ട് അവസാനത്തെ മൊഡ്യൂൾ ഏതാണോ അവിടെ ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അവസാനിക്കുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ലൂപ്പിംഗ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ M10 എന്ന മൊഡ്യൂളിൽ നിന്ന് വന്നിട്ട് ആ ഒരു ജമ്പർ ഇട്ടതിന് ശേഷം M11 മൊഡ്യൂളിലെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത മൊഡ്യൂൾ ഇല്ലാത്തത് കൊണ്ട് ആ പോർട്ട് നമ്മൾ ഒഴിവാക്കി വെച്ചിരിക്കുന്നത്. ഇതുവരെ ഫസ്റ്റിൽ നിന്നും ആ M11 വരെ കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ കമ്മ്യൂണിക്കേഷൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ വയറിങ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മോഡ്യൂളിൻ്റെ ഒരു മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു ഇതുപോലത്തെ ഒരു സ്വിച്ച് കാണാൻ പറ്റും. ഇത് മോഡ്യൂളിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ അഡ്രസ്സ് വെച്ചിട്ടാണ് മെയിൻ കൺട്രോളർ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓരോ മൊഡ്യൂളുകളെയും. ഇനി നമുക്ക് മിക്സഡ് മൊഡ്യൂളിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. മിക്സഡ് മൊഡ്യൂൾസ് ബൈനറി ഇൻപുട്ട്, അനലോഗ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ബൈനറി ഔട്ട്പുട്ട്, ഇത്രയും കാര്യങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ്. ഇത്രയും ഫങ്ഷനുകൾ ചെയ്യും. ഇവിടെ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അനലോഗ് ഇൻപുട്ടും ഡിജിറ്റൽ ഇൻപുട്ടും അതുപോലെ തന്നെ ബൈനറി ഇൻപുട്ടും ഔട്ട്പുട്ടും മനസ്സിലാക്കാത്തവർക്ക് നമ്മൾ മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം. അതോടെ ചെയ്യുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാത്തത്. സോ ബൈനറി ഇൻപുട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ യെല്ലോ കളറിൽ കണ്ടിട്ടുള്ള ഈ കണക്റ്റേഴ്സാണ് ബൈനറി ഇൻപുട്ടിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാം 12 കണക്റ്റേഴ്സാണ് ഈ ബൈനറി ഇൻപുട്ടിനുള്ളത്. അപ്പോൾ ഈ അതുപോലെ തന്നെ 12 കണക്റ്റേഴ്സ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, 12 കണക്റ്റേഴ്സ്. ഈ 12 കണക്റ്റേഴ്സിലും നമുക്ക് 12 ഫംഗ്ഷനിലുള്ള ബൈനറി ഇൻപുട്ടുകൾ ഈ മൊഡ്യൂളിൽ ഹാൻഡിൽ ചെയ്യും എന്ന് മനസ്സിലാക്കുക. സോ ഇതിൽ നിന്ന് ഇവിടെയാണ് ആക്ച്വലി ഫീൽഡിൽ നിന്നുള്ള കേബിൾ കണക്റ്റ് ആവേണ്ടത്. അപ്പോൾ മൊഡ്യൂളിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നൊരു വയർ എടുത്തിട്ട് ഒരു കണക്ടർ സെറ്റിലോട്ട് കൊടുക്കും. ആ കണക്ടർ സെറ്റിലാണ് നമ്മൾ ഫീൽഡിൽ നിന്നുള്ള വയർ കണക്റ്റ് ആവുന്നത്. അപ്പം ഓരോ വയറും ഗ്രൗണ്ട് കോമൺ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രൗണ്ട് M241 എന്ന് പറഞ്ഞാൽ ഈ വയർ എല്ലാത്തിനും കോമൺ ആയിരിക്കും ഇവിടെ ഗ്രൗണ്ട്. അതാണ് ഈ കണക്ടർ സെറ്റിലോട്ട് കൊടുക്കുന്നത്. ഫീൽഡിൽ നിന്ന് വന്ന കേബിളുകളെ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് വന്നിട്ടുള്ള കേബിളുകളെ ഒരു റൈറ്റ് സൈഡിലും ഫീൽഡിൽ നിന്ന് വരുന്ന കേബിളുകൾ ലെഫ്റ്റ് സൈഡിലാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ X21 ചെയ്തിട്ടുള്ളത്. X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ മൊഡ്യൂൾ ആയതുകൊണ്ടാണ് X2 എന്ന് കൊടുത്തിട്ടുള്ളത്. സോ X21 M241 ആയിട്ടുള്ള M241 എന്ന ആ ഒരു ഗ്രൗണ്ട് കേബിളുമാണ് ഫസ്റ്റ് ആ പോയിന്റിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏത് പ്രോഗ്രാം അത് ഫംഗ്ഷൻ ഏതാണോ ആ ഡ്രോയിങ് പ്രകാരം ഏത് ഫംഗ്ഷനിലാണ് കേബിളാണോ വേണ്ടത് ആ കേബിളാണ് ഫീൽഡിൽ നിന്ന് വന്ന് അവിടെ കണക്റ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള കേബിളുകളും അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ പോയിന്റുകളിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്രൗണ്ടിൻ്റെ വയർ പ്രത്യേകം ഇവിടെ വന്നിട്ട് അത് പിന്നെ ത്രൂ ലൂപ്പാണ്. കാരണം അത് ഗ്രൗണ്ട് കോമൺ ആയതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾക്ക് M241 എന്ന് കാണാം. മൊഡ്യൂൾ 2ൻ്റെ 41 നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ത്രൂ ലൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ ഈ ഒരു 12 പോയിന്റിൽ നിന്നുള്ള വയറുകളും കണക്ടറിൽ ചെല്ലുമ്പോൾ ഓരോ വയറും അതിൻ്റെ കൂടെ തന്നെ അതുപോലെ ഓരോ ഗ്രൗണ്ട് വയറും ലൂപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് അത് ഫീൽഡിലോട്ട് കണക്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു 12 LED. അപ്പോൾ ഏതൊരു ഫംഗ്ഷനിൽ വേണ്ടിയിട്ടും ഏതൊരു പോർട്ടാണോ ആക്റ്റീവ് ആകുന്നത് ആ ആക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ താഴെയുള്ള 12 LED ഏതെങ്കിലും ഏത് പോർട്ടാണോ ആക്റ്റീവ് ആകുന്നത് ആ LED വർക്കായും നിങ്ങൾക്ക് LED കത്തുന്നതായിട്ട് കാണാൻ പറ്റും. അടുത്ത് അനലോഗ് ഇൻപുട്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് 8 പോർട്ടുകളാണുള്ളത്, 8 പോയിൻറ്റുകളാണുള്ളത്. അപ്പോൾ 8 അനലോഗ് ഇൻപുട്ടുകളാണ് ഈ ഒരു മൊഡ്യൂളിൽ ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം നമ്പേഴ്സ് ഓഫ് ഇൻപുട്ട്. ഇവിടെയും സെയിം അതിനകത്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ 8 പോർട്ടിലും 8 ഫംഗ്ഷനുള്ള വയറുകൾ നമ്മൾ ആ കണക്ടർ സെറ്റിലോട്ട് കണക്ട് ചെയ്യും. അവിടെയും ഈ ഗ്രൗണ്ട് കോമൺ ആയിരിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ഈ നമ്പേഴ്സ് ഈ 8 പോർട്ടുകളിൽ നിന്ന് ഈ കണക്ടേഴ്സിൽ നിന്നുള്ള വയറുകളും അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വയർ കോമൺ ആയിട്ടുമാണ് കണക്ടർ സെറ്റിൽ കണക്റ്റ് ആവുന്നത്. അതും കണക്ടർ സെറ്റിൽ നമ്മൾ നേരത്തെ ബൈനറി ഇൻപുട്ട് കണക്ട് ചെയ്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗങ്ങളിലൊക്കെ X2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു മൊഡ്യൂളാണെന്ന് ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് വന്നിട്ടുള്ള ബാക്കി വയറുകൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്പേഴ്സ് കറക്റ്റ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും X2 33 അതുപോലെ തന്നെ 32 31 എന്നെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതും ഫീൽഡിൽ നിന്ന് വയറുകൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതും കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിലും ഗ്രൗണ്ട് കോമൺ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സോ അടുത്തത് അനലോഗ് ഔട്ട്പുട്ടാണ്. അനലോഗ് ഔട്ട്പുട്ടിനും നമ്മൾ 8 പോയിൻ്റാണ് ഉപയോഗിക്കുന്നത്. 8 അനലോഗ് ഇൻപുട്ടുകൾ ഈ ഒരു മൊഡ്യൂൾ വെച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതും അതുപോലെ തന്നെയാണ്. അനലോഗിൻ്റെ ആ പോയിൻ്റ് ഏതാണോ ആ പോയിന്റിൽ നിന്ന് വയറുകൾ നമ്മൾ കണക്ടറിൽ കൊടുക്കുന്നു. ആ കണക്ടറിൽ ഫീൽഡിൽ നിന്നുള്ള വയറുകൾ വന്നിട്ട് കണക്റ്റ് ആവുകയും ചെയ്യും. ഇവിടെ ഗ്രൗണ്ടിൻ്റെ പോർട്ടൺ നമ്മൾ കൊടുത്തുള്ള M242 ആണ് പിന്നീട് ഇങ്ങോട്ടെല്ലാം ലൂപ്പ് ചെയ്യുന്നത്. അതും ഗ്രൗണ്ട് കോമൺ തന്നെയാണ്. ഗ്രൗണ്ടിൻ്റെ വയറുകൾ M242 ആണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ദെൻ X253 അതുപോലെ തന്നെ 55 57 ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ആ അനലോഗ് ഔട്ട്പുട്ടിൽ നിന്ന് വന്നിട്ടുള്ള കേബിളുകളാണ്. സോ ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് 24 വോൾട്ട് റിലേസ് എന്ന് എഴുതിയിട്ടുള്ള ഇതാണ് ബൈനറി ഔട്ട്പുട്ട്സ്. ഇത് ആക്ച്വലി റിലേ ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ
നമ്മൾ ഇതിനെ ബൈനറി ഔട്ട്പുട്ട് എന്ന് പറയുന്നതും ഇത് റിലേയുടെ ഫംഗ്ഷനാണ് അത് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ കമാൻഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഓൾറെഡി റിലേസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് 12 കണക്റ്റേഴ്സ് ഉണ്ടെങ്കിലും താഴെ മുകളിലായിട്ടാണെങ്കിലും നമുക്ക് 6 ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ കഴിയും. കാരണം ഇത് കണക്റ്റർ ഇതിനകത്ത് ഉള്ള ഒരു റിലേസ് ഉണ്ട്, ഇതിനകത്ത് റിലേസ് ഉണ്ടാവും. ആ റിലേസാണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ റിലേസ് നമ്മൾ ഡയറക്റ്റ് ഫീൽഡിൽ കൊടുക്കാറില്ല. വീണ്ടും ഈ റിലേ വെച്ചിട്ട് മറ്റൊരു എക്സ്റ്റേണൽ റിലേ ആക്റ്റീവ് ആക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ കമാൻഡ്സ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഈ താഴ്ഭാഗത്തുള്ള ഒരു റോയിൽ എല്ലാം 24 വോൾട്ടാണ് വന്നിട്ടുള്ളത്. മറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ 24 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ മുകൾ ഭാഗത്ത് കാണുന്ന കണക്ടർ സെറ്റിലാണ് നമ്മൾക്ക് കൺട്രോൾ ചെയ്യേണ്ട വയറുകൾ കണക്റ്റ് ആയിട്ടുള്ളത്. സോ ഇതിനകത്തുള്ള റിലേ ആക്റ്റീവ് ആകുന്ന സമയത്ത് ആ 24 വോൾട്ട് ഈ മുകൾ ഭാഗത്ത് വരുന്ന വയറുകളിലൂടെ താഴ്ഭാഗത്ത് നമ്മൾ പ്രത്യേകം കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിലേകളിലോട്ട് എത്തുന്നു. അപ്പോൾ റിലേകളിൽ ഓൾറെഡി 0 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടാവും, 24 വോൾട്ടിൻ്റെ 0 വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ മുകളിൽ റിലേ ആക്റ്റീവ് ആകുമ്പോൾ, അതായത് മൊഡ്യൂളിൽ റിലേ ആക്റ്റീവ് ആകുമ്പോൾ അതുവഴി 24 വോൾട്ട് ഈ റിലേകളിലെത്തും. ഈ R1 R2 എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ റിലേകളിലെത്തുന്നു. അങ്ങനെ ഈ റിലേകൾ 24 വോൾട്ട് എത്തുമ്പോൾ ഈ റിലേ ആക്റ്റീവ് ആയും. ഈ റിലേ ആക്റ്റീവ് ആകുമ്പോൾ ഈ റിലേയിൽ നിന്ന് നമ്മളൊരു ക്ലോസ് കോണ്ടാക്റ്റ് എടുക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും X2, നമ്മൾ ഇപ്പോൾ X2 58 59 66 അങ്ങനെയൊക്കെ അതിനകത്ത് നമ്പേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ റിലേ എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത്, ഈ റിലേയിൽ നിന്നുള്ള കോണ്ടാക്റ്റാണ് നമ്മൾ ഫീൽഡിലോട്ട് കൊടുക്കുന്നത്. ഡയറക്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള കോണ്ടാക്റ്റ് ഫീൽഡിലോട്ട് കൊടുക്കുന്നില്ല. അത് മൊഡ്യൂളിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും ഓവർ വോൾട്ടേജോ കറണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ മൊഡ്യൂൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ എക്സ്റ്റേണലി ഒരു സെപ്പറേറ്റ് റിലേ കൊടുക്കുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആ റിലേകളിൽ വന്നിട്ടുള്ള X2 59 58 60 61 62 എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള വയറുകൾ കണക്റ്റ് ആവുന്നത്. ഇനി മിക്സ്ഡ് മൊഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരു സിംഗിൾ ഫങ്ഷണൽ മൊഡ്യൂളുണ്ട്. ഇത് ഒന്നുകിൽ ബൈനറി ഇൻപുട്ടോ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ അനലോഗ് ഇൻപുട്ടോ ഔട്ട്പുട്ടിനോ അതാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതലും ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ മിക്സ്ഡ് മൊഡ്യൂളിൻ്റെ ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിംഗിൾ മൊഡ്യൂൾസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ 2 റോയിലായിട്ടാണ് ഈ ഒരു വയേഴ്സ് കണക്റ്റ് ആയിട്ടുള്ളത്. ഈ വയസ്സിലൊക്കെ പ്രത്യേകത നമ്മളവിടെ ഒരു ഗ്രൗണ്ട് കോമൺ ആക്കി എടുത്തപ്പോൾ ഇവിടെ എല്ലാ പോർട്ടിനും, അതായത് 8 പോർട്ടാണുള്ളത്. അപ്പോൾ 8 പോർട്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ ഗ്രൗണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. X8 എന്ന് പറയുന്നത് 8ാമത്തെ മൊഡ്യൂളാണ്. അതിൻ്റെ 1 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 എന്ന് പറയുന്നത് ഒരു പോയിൻ്റ്, അതുപോലെ തന്നെ 3 4 എന്ന് പറയുന്ന അടുത്ത പോയിൻ്റ്. അങ്ങനെ സെപ്പറേറ്റ് തന്നെ ഗ്രൗണ്ടിന് വയറുണ്ട്. മിക്സർ മൊഡ്യൂളിൽ സെപ്പറേറ്റ് വയറില്ലായിരുന്നു, അതിനെ നമ്മൾ കണക്ടറിലായിരുന്നു ലൂപ്പ് ചെയ്തിരുന്നത്. അങ്ങനെ ഇതിൻ്റെ 15 16 വരെയുള്ള ആ പോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ M8 8ാമത്തെ മൊഡ്യൂളാണ്. സോ X8 എന്ന് പറയുന്ന ഒരു കൺട്രോൾ സെറ്റിലോട്ടാണ് ഇത് കണക്റ്റ് ആവുന്നത്. സോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. അതിനകത്ത് വയർസ് എല്ലാം കണക്ട് ചെയ്യുന്നു. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡ്രോയിങ്ങിൽ ഏതാണോ ഫംഗ്ഷനിൽ വരുന്ന ഫീൽഡിൽ വരുന്ന കേബിൾ ഏതാണോ ആ കേബിൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഈ മൊഡ്യൂൾ ഇപ്പോൾ എത്ര മൊഡ്യൂളുകളുണ്ടോ അതിനെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് നമ്മൾ കണക്ടർ സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇത്രയൊക്കെയാണ് ഒരു സിമ്പിളായിട്ട് DDC പാനലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്, അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്കൊക്കെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ BMSനെ കുറിച്ചും മറ്റു ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മറ്റു പല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.